ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, കർത്താവിനെക്കുറിച്ച് കേൾക്കാൻ, പഠിക്കാൻ, ധ്യാനിക്കാൻ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചു, വിശ്വാസത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന്. രണ്ടാം പാഠത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന, വിശ്വാസവുമായി യോജിച്ചു പോവാത്ത അബദ്ധ സിദ്ധാന്തങ്ങൾ കണ്ടു. വിശ്വാസി ഈ അബദ്ധ സിദ്ധാന്തങ്ങളിലേക്ക് ചേക്കേറരുത്, അതിൻ്റെ അടുത്തേക്ക് പോവരുത് എന്ന് ഈ പാഠം നമ്മളെ പഠിപ്പിച്ചു. മൂന്നാം പാഠം നമ്മൾ പഠിക്കുന്നു, പെന്തക്കോസ്ത് സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നതാണ് നമ്മുടെ പഠന വിഷയം. ദീർഘകാലം സുവിശേഷ പ്രഘോഷകനായി പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന ബ്രദർ സജിത് ജോസഫ് ഏതാനും നാളുകൾക്ക് മുൻപ് ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ് മാതൃസഭയിലേക്ക് തിരിച്ചു വന്നതെന്ന് അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രവിക്കാം. എൻ്റേത് തികച്ചും ദൈവശാസ്ത്രപരമായ കൺവിക്ഷനുകളായിരുന്നു. ശരിക്കും ഞാൻ സഭാചരിത്രം പഠിക്കാൻ തീരുമാനിച്ചതാണ് ഇതിൻ്റെ ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് വന്നത്. അപ്പം സഭാചരിത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ സഭാപിതാക്കന്മാരെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ സഭാപിതാക്കന്മാരെല്ലാം ഇന്നത്തെ അപ്പോസ്തോലിക സഭയുടെ സഭാപിതാക്കന്മാരാണ്. ഒന്നെങ്കിൽ ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരാണ്, അതല്ലെങ്കിൽ കാത്തലിക് സഭാപിതാക്കന്മാരാണ്. അപ്പം എൻ്റെ ചിന്തയിലേക്ക് വന്നത് ആദ്യം ഇതായിരുന്നു. അപ്പോൾ ഇവർക്കാർക്കും ഇന്ന് പറയുന്ന നവീകരണം ഒന്നും ഇല്ലായിരുന്നോ? ഈ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ അവരുടെ ജീവിതത്തിലൂടെ നടന്നപ്പം, സഹനത്തിലൂടെ അവർ ദൈവത്തെ കണ്ടുമുട്ടിയ വഴികൾ, രക്തസാക്ഷികളാകാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത അസാധാരണ സമർപ്പണങ്ങൾ, അതിലൂടെ ഇങ്ങനെ വായനയിലൂടെ പോയപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചു. എന്താണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്? അപ്പോൾ ആ ഒരു പഠനമായിരുന്നു ശരിക്കും സഭയെക്കുറിച്ച്, സഭാപിതാക്കന്മാരിലൂടെ സഭയെ അറിയുവാനായിട്ട് ഇടവന്നു. പിന്നെ സഭയുടെ 21 കൗൺസിലുകൾ, അത് പഠിക്കാൻ അവസരമുണ്ടായി. പിന്നെ അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ഈ തിയോളജിക്കൽ കൺവിക്ഷനുകളാണ്, ദൈവശാസ്ത്രപരമായ, കത്തോലിക്ക ദൈവശാസ്ത്രപരമായ ആ തിരിച്ചറിവ് മാത്രമാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. ഞാൻ അതിലും എനിക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ കേൾവിക്കാരുണ്ടായിരുന്നു. ഞാൻ അന്നും ഇന്നും എന്നും കഴിഞ്ഞ 9 വർഷമായിട്ട് TV-യിലൂടെ എല്ലാ ദിവസവും രാവിലെ പ്രഭാഷണം നടത്തുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായിരുന്നിടത്ത് എനിക്കൊരു തിക്താനുഭവമില്ല, എന്നെ ആരും മുറിപ്പെടുത്തിയിട്ടില്ല, എനിക്കാരും ഒരു ദോഷവും ചെയ്തിട്ടില്ല. പെന്തക്കോസ്തിലെ ഒരാളും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അവരെല്ലാവരും എനിക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. അവരെല്ലാവരും എന്നെ ഇവിടെ എത്തിക്കുവാൻ, ഇന്നിവിടെ നിൽക്കുന്നുവെങ്കിൽ അവരെ എത്തിക്കുവാനായിട്ട് അവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനമായി. എന്നാൽ എൻ്റെ ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം തികച്ചും ദൈവശാസ്ത്രപരമാണ്. കത്തോലിക്ക ദൈവശാസ്ത്രം എന്നെ വളരെ ആകർഷിക്കുന്നു. ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പുറമേ പറക്കുന്ന ചാരം കണ്ടിട്ടാണ് പലപ്പോഴും സഭയെ നമ്മൾ വിലയിരുത്തുന്നത്. ഏതെങ്കിലും ഒരു ആക്ഷേപം, ഏതെങ്കിലും ഒരു അപവാദം, തെളിയിക്കപ്പെടാത്ത ഒരാക്ഷേപമോ അപവാദമോ ഒക്കെ കേട്ടാണ്, ഓ സഭ ഇങ്ങനല്ലേ, ഇന്നാരെ നോക്ക്, അവരെ നോക്ക്, ഇവരെ നോക്കെന്നൊക്കെ പറഞ്ഞ് സഭയെ വിലയിരുത്തുന്നത്. വാസ്തവത്തിൽ ഈ ചാരത്തിനടിയിൽ വലിയ കനലുകൾ കിടപ്പുണ്ട്. അപ്പോൾ ആ കനൽ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പുറമേയുള്ള ചാരമൊന്നും അല്ലിത്, ഇത് നൂറ്റാണ്ടുകളുടെ കറ തീർന്ന ദൈവശാസ്ത്ര അടിസ്ഥാനത്തിലാണിത് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺവിക്ഷനാണ് എന്നെ സഭയിലേക്ക് ആദ്യമേ നയിച്ചത്. അപ്പോൾ എനിക്ക് ഈ പുരോഹിതരോടും സിസ്റ്റർമാരോടൊന്നും ഒരു ബഹുമാനമില്ലായിരുന്നു. അതിന് കാരണം ഇക്കൂട്ടരാണ് യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നതെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അന്നത്തെ മഹാപുരോഹിതനാണ് യേശുവിനെ ക്രൂശിക്കാൻ എന്ത് ചെയ്തേ, കൂട്ടുനിന്നത്. അപ്പോൾ എനിക്ക് ഈ സന്യസ്തരോടും പുരോഹിതരോടൊന്നും ഒരു ബഹുമാനവും ഇല്ലാത്ത കാലത്താണ് കോതമംഗലത്ത് YMCA ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി.
അപ്പോൾ അവിടെ ഇങ്ങനെ ഹോള് നിറഞ്ഞ ആൾക്കാരിരിക്കുന്നതിനിടയിൽ, രോഗികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യനെ, ഒരു കുർത്തായിട്ട ഒരു മനുഷ്യനെ, ഒരു 40 വയസ്സ് 45 വയസ്സ് തോന്നിക്കുന്ന ഒരാളെ പ്രാർത്ഥിക്കാൻ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ ആരെ വിളിച്ചാലും നമ്മൾ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ആരെ വിളിച്ചാലും തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പതിവ്. കോതമംഗലത്തെ മീറ്റിങ്ങിന് തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പം പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, തലയെ തൊട്ടു പോകരുത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതെന്തൊരു ഇടപാടാണ്, എനിക്ക് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇപ്പോൾ പെട്ടെന്ന് ആ വീഡിയോ ലൈവായിട്ടൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാവും. കാരണം ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം ഇങ്ങനെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ലൈവ് പോകുന്ന, എല്ലാവരുടെ തലയിലും ഇങ്ങനെ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്. ആ മനുഷ്യൻ വേറൊരു അധികാരത്തിൻ്റെ കീഴിലുള്ള ആളാണ്, നിനക്ക് അതിൻ്റെ മേൽ കൈവെക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കൈവെക്കാൻ അധികാരമില്ലാത്ത ഒരു അധികാരം അതേതാ? അപ്പം പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഇദ്ദേഹത്തോട് ചോദിക്കാരാന്ന്. അപ്പം അദ്ദേഹം ഈ അങ്കമാലിക്കപ്പുറത്ത് ഒരു പള്ളിയിലെ വികാരിയാണ്. അപ്പം ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഇതൊരു അടി എനിക്ക് തലക്കിട്ട് കിട്ടി. അതെന്താണ്? അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഈ കൂട്ടരാണ് യേശുവിനെ ക്രൂശിച്ചത്, അച്ഛനെ ഇരുത്തി പറയും, ക്രൂശിച്ചത് എന്നുള്ള ചിന്തയിൽ നിന്ന് ഇതൊരു അധികാരം ഇതിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പൗരോഹിത്യത്തെ പറ്റി പഠിക്കാനായിട്ട് ഞാൻ തുനിയുന്നത്. മുമ്പേ പൗരോഹിത്യത്തെ പറ്റി പഠിക്കാനേ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം പൗരോഹിത്യം, യേശു മഹാപുരോഹിതനാണ്, ഹൈപ്രീസ്റ്റാണ് യേശു. യേശു മഹാപുരോഹിതനാണെങ്കിൽ ആകണമെങ്കിൽ പുരോഹിതന്മാരില്ലാതെ എങ്ങനെയാണ് മഹാപുരോഹിതൻ ഉണ്ടാകുന്നത്? പോലീസുകാരില്ലാതെ SI ഉണ്ടാവുമോ? ഹെഡ് നേഴ്സാണ്, പക്ഷെ നേഴ്സുമാരില്ല, അങ്ങനെ വരുമോ? നേഴ്സുമാർക്കേ ഹെഡ് നേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പം മഹാപുരോഹിതനാണ് യേശു എങ്കിൽ യേശുവിന് കീഴിൽ പുരോഹിതന്മാരുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ നിന്നിരുന്ന സമൂഹത്തിൽ ഇത്രയേ ഉള്ളൂ, എല്ലാവരെയും രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിച്ചിരിക്കുകയാണ്. അതല്ലാതെ സെപ്പറേറ്റഡ് സെലക്റ്റഡ് പ്രീസ്റ്റ്ഹുഡ് ഉണ്ടെന്നുള്ള ഒരു ചിന്തയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഇല്ല എന്നുള്ള ചിന്തയിലായിരുന്നത്. പക്ഷേ വചനം പിന്നീട് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, സ്വർഗത്തിൽ ദേവാലയമുണ്ട്, സ്വർഗത്തിലെ ദേവാലയത്തിന് ശ്രീകോവിൽ എന്ന് വിളിക്കുന്ന അൽത്താരയുണ്ട്, അവിടെ യാഗപീഠമുണ്ട്, അവിടെ നിത്യപുരോഹിതനായിട്ട് യേശു ഉണ്ട്. ആ പുരോഹിതനോട് ചേർന്ന് നിന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഭൂമിയിലെ പുരോഹിതന്മാരുണ്ട്. അപ്പം ഇത് മനസ്സിലായ ശേഷമാണ് ഇവരെ കാണാനും ഇവരുടെ അധികാരത്തെ മനസ്സിലാക്കുവാനും സ്നേഹിക്കാനും, മനസ്സ് തുറന്ന് ഉള്ളത് പറയാലോ, സ്നേഹിക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ അതങ്ങനെ ഒരു യാത്രയായിരുന്നു, ഒരു 7 വർഷത്തെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ അത് ഒരു അരമണിക്കൂർ കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അപ്പോൾ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ദൈവശാസ്ത്രപരമായ കൺവിക്ഷനുകളാണ്. അപ്പോൾ അത് വേറൊന്നും എന്നെ ഇതിൽ അട്രാക്റ്റ് ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റും, ചാരിറ്റി ഇവർ ചെയ്യുന്നതൊക്കെ, പക്ഷേ അതെല്ലാം സൈഡാണ്. എന്നെ ഇതിനകത്ത് ഏറ്റവും ആകർഷിച്ചത് ഇതിനകത്ത് കറ തീർന്ന ദൈവശാസ്ത്രമാണ്. കാരണം ഞാനൊരു ദൈവശാസ്ത്രത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിയായ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ജീവിതത്തിന് നല്ലൊരു ഭാഗം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കാനിടയായത്. അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ കേട്ടു, കത്തോലിക്ക സഭ ക്രിസ്തു സ്ഥാപിച്ച സഭ, ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭ. എങ്കിലും ഇക്കാലത്ത് നമ്മൾ ചുറ്റുപാടും നോക്കുമ്പം സഭയിൽ നിന്നും അകന്നു മാറി പെന്തക്കോസ്ത് സഭാ സമൂഹത്തിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ഒത്തിരിയുണ്ട്. ഒത്തിരി ആൾക്കാരും ഇനി തിരിച്ച് മാതൃസഭയിലേക്ക് എത്തേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടെ പൗലോസ്ലീഹ പറഞ്ഞു വച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു വച്ചിരിക്കുന്ന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് ശ്രവിക്കാം. വചനം കേൾക്കാൻ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തേയുസിന് എഴുതിയ 2-ാം ലേഖനം, അധ്യായം 4, 3 മുതലുള്ള തിരുവചനങ്ങൾ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിനു നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ
എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പൗലോസ്ലീഹ വളരെ കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നു, കെട്ടുകഥകളിലേക്കും അബദ്ധ പ്രബോധനങ്ങളിലേക്കും തിരിയാൻ മനുഷ്യൻ സാധ്യതയുണ്ട്. ഇത് നീ മുൻകൂട്ടി കാണണം. നീ എന്ത് കഷ്ടപ്പാടുകളുണ്ടെങ്കിലും നിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് തിമോത്തേയോസിനെ ഉദ്ബോധിപ്പിച്ച പൗലോസ്ലീഹ അതേ കാര്യം തന്നെ നമ്മളോടാണ് പറയുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും ഇത്തരം പെന്തക്കോസ്തു വിഭാഗങ്ങളിലേക്ക് ഒരു ആകർഷണത്തിന് ഇടയാവാത്ത രീതിയിൽ നിൽക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ എനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണ് പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ആരംഭം, വളർച്ച? നമ്മൾ അത് പഠിക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് നമുക്ക് പോകണം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, 13-ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിൽ അരങ്ങേറിയ വലിയ ഒരു സംഭവം, റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചതാണ്. നവോത്ഥാനം എന്ത്? ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ ഒരു പുനർജന്മം എന്നുവെച്ചാൽ ശാസ്ത്രം, കല, സാഹിത്യം എന്നീ രംഗങ്ങളിൽ ഒരു പുനർജന്മം ഉണ്ടായി, ഒരു റീബർത്ത് ഉണ്ടായി എന്ന് ചരിത്രം പറയും. അപ്പോൾ അതനുസരിച്ച് ഉയർന്നു വന്ന പുതിയൊരു പ്രസ്ഥാനമായിരുന്നു ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതാവാദം. അതനുസരിച്ച് അവർ പഠിപ്പിച്ചു, മനുഷ്യനാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യനെ മഹത്വവൽക്കരിച്ച് കാണിച്ച് ദൈവത്തെ താഴ്ത്തി കാണിച്ചു ഹ്യൂമനിസ്റ്റുകൾ. മാത്രമല്ല, ഈ നവോത്ഥാന കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിലൊക്കെയും സഭയ്ക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ, ദൈവത്തിനെതിരെയുള്ള രേഖപ്പെടുത്തലുകൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. എത്രയോ പുസ്തകങ്ങൾ അക്കാലത്ത് ജന്മം കൊണ്ടു. ഇതിൻ്റെ ഒരു തുടർച്ച മതത്തിലേക്കും റിലീജിയനിലേക്കും വരികയാണ്. ശാസ്ത്രത്തെയും സാഹിത്യത്തെയും കലയെയും നവീകരിച്ചതുപോലെ മതത്തെയും കൂടി ഒന്ന് നവീകരിക്കാനുള്ളൊരു ശ്രമം. ആ ശ്രമം നമ്മൾ കാണുന്നു 16-ാം നൂറ്റാണ്ടിൽ. അതിനെ അറിയപ്പെട്ടത് റിഫോർമേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു മതനവീകരണത്തിന് വേണ്ടിയുള്ളൊരു തുടക്കം കുറിച്ചത് വിറ്റൻബർഗ് സർവകലാശാലയിലെ ബൈബിൾ പ്രൊഫസറായിരുന്ന മാർട്ടിൻ ലൂതർ ആയിരുന്നു. മാർട്ടിൻ ലൂതർ ബൈബിൾ പ്രൊഫസറായിരുന്ന സമയത്ത് അദ്ദേഹം കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിതയും ഒക്കെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും അദ്ദേഹം പലപ്പോഴും പല ദണ്ഡവിമോചനം അടക്കമുള്ള പല വിശ്വാസ സത്യങ്ങളെയും നിരാകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹം ചെയ്തത് ഒരു 95 പ്രമേയങ്ങൾ എഴുതി തയ്യാറാക്കി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വാതിലിൽ പതിപ്പിച്ചതോടെ ഇദ്ദേഹത്തെ മാർപ്പാപ്പ ചർച്ചയ്ക്ക് വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ലയോ 10 മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു, തെറ്റായ പ്രബോധനങ്ങൾ എന്താണെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ച സമയത്ത്, വിശദീകരണ കത്ത് കിട്ടിയ സമയത്ത് ഇദ്ദേഹം ചെയ്തത് വിശദീകരണ കത്തും കാനൻ നിയമപുസ്തകവും കത്തിച്ചു കളഞ്ഞു. അങ്ങനെ സഭയ്ക്കെതിരെ വലിയ ശക്തമായ ഒരു പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ തുടർച്ച മറ്റു രാജ്യങ്ങളിലും. അതുവരെ കത്തോലിക്ക സഭ ഒരു ഭിന്നിപ്പില്ലാതെ ഏകസഭയായി പോകുന്ന സഭയ്ക്കുള്ളിൽ നിന്നും ഒരു വിഭാഗം പുറത്തേക്കിറങ്ങി മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ. മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറെങ്കിൽ, സ്വിറ്റ്സർലൻഡിൽ ഉൾറിക് സ്വിംഗ്ലിയുടെ നേതൃത്വത്തിലും, അതുപോലെ ഫ്രാൻസിൽ ജോൺ കാൽവിൻ്റെ നേതൃത്വത്തിലും, ഇംഗ്ലണ്ടിൽ രാജാവ് ആയ ഹെൻറി 8-ാമൻ്റെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള നവീകരണ ശ്രമങ്ങളുണ്ടായി. അപ്പോൾ ഈ നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായി കുറേയധികം സഭകൾ, പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ രൂപപ്പെട്ടു എന്നത് ചരിത്രമാണ്. ഇനി അവിടെ നിന്നാണ് പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ഉദയം. പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ഉദയം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. കത്തോലിക്ക സഭയിൽ നിന്നും പ്രൊട്ടസ്റ്റ് ചെയ്ത് മാറി രൂപം കൊണ്ട സഭയ്ക്കുള്ളിലുണ്ടായ ഭിന്നിപ്പിൻ്റെ പരിണിത ഫലമാണ് പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ. കത്തോലിക്ക സഭയിൽ നിന്നും വന്നതല്ല പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങൾ. പ്രൊട്ടസ്റ്റൻ്റ് സഭാ സമൂഹത്തിൽ നിന്നും ഭിന്നിച്ച് പുറത്തേക്ക് വന്ന പുതിയ ഗ്രൂപ്പായിരുന്നു പെന്തക്കോസ്ത് സഭാ സമൂഹം.
ഇവർ വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് വ്യാപിച്ചു എന്ന് ചോദിച്ചാൽ അവർ വൈകാരികതയ്ക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യം. നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. വൈകാരികത എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും. ഈ രോഗശാന്തി ശുശ്രൂഷ, ഇവരുടെ കൈയടിച്ചുള്ള ഗാനാലാപനം മുതലായവ വൈകാരികതയെ ഇങ്ങനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷകൾ നടത്തുന്നത് കൊണ്ട് കുറേയധികം ആൾക്കാർ ഇവരുടെ കൂടെ ഓടിക്കൂടി. ബ്രസീൽ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, റഷ്യ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവർ വളർന്നതായിട്ട് നമുക്ക് കാണാം. യൂറോപ്പും മറ്റു വിദേശ രാജ്യങ്ങളും വിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പം എപ്പോഴാണ് കേരളത്തിൽ പെന്തക്കോസ്തു വിഭാഗം സമൂഹം ഉദയം ചെയ്തത്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ് എന്നീ രണ്ട് സമൂഹത്തിൽ ഇവരെ ഒതുക്കാൻ പറ്റും. ഇതുകൂടാതെ കുറേയധികം സ്വതന്ത്ര സമൂഹങ്ങളെയും കൂടി പെന്തക്കോസ്തു സഭാ സമൂഹത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാം. ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം. കത്തോലിക്ക സഭയിലെയും മറ്റു സഭകളിലെയും വിശ്വാസികളെ മാനസാന്തരപ്പെടുത്തി പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം കൂടുതലും കത്തോലിക്ക സഭയിലും മറ്റു സഭകളിലെ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇവർ ഇറങ്ങി വരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഞാൻ ഓർക്കുന്നത്, ഞാനൊരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ വീട്ടിൽ വന്ന 2 പെന്തക്കോസ്ത് പാസ്റ്റർമാർ. ഇവർ പറയുന്ന ഡയലോഗുകൾക്കൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. രക്ഷിക്കപ്പെട്ടവരാണോ? ആദ്യത്തെ ചോദ്യമാണ്. അതിനുശേഷം ഈ ബൈബിൾ പറയുന്ന സമയത്ത് എൻ്റെ അപ്പൻ വലിയ ബൈബിൾ അറിയാത്ത ആളാണെങ്കിലും ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇതാണ്: വേറെ എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം, ഈ ബൈബിൾ സംസാരിക്കേണ്ട. ബൈബിൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, കൃത്യമായിട്ടും കേൾക്കുന്നുണ്ട്. ഞായറാഴ്ച ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി ഇടവക വികാരി ഞങ്ങൾക്ക് വചനം വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടേത് കേൾക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ ഇവരുടെ അടുത്ത് ചില സമയങ്ങളിൽ നമുക്ക് നിലകൊള്ളേണ്ടതായി വരും. കാരണം ഇവരുടെ പഠനങ്ങൾ അങ്ങനെയാണ്. വീണ്ടും അവർ പറയുന്നത്, പെന്തക്കോസ്ത് പാസ്റ്റർമാർ അണികളോട് പറയുന്നത്, കത്തോലിക്ക വിശ്വാസികൾ വിഗ്രഹാരാധകരാണ്. പള്ളിയിലേക്ക് നോക്ക്, എത്ര സ്റ്റാച്യൂസാണ് വെച്ചിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല, എത്രയും വേഗം അവരെയും കൂടി രക്ഷിക്കണം, അതിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം എന്ന് പറഞ്ഞ് വളരെ പ്രചോദിപ്പിച്ചാണ് ഇവരെ ഇറക്കി വിടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്നും കുറച്ച്, അതായത് മറ്റ് സഭകളിൽ നിന്നും കുറേയധികം ആൾക്കാർ ഈ പെന്തക്കോസ്ത് സഭയിലേക്ക്, സമൂഹത്തിലേക്ക് പോയി? കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു 8 കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. അതിലൊന്നാമത്തെ കാരണം ഇതാണ്: വചനാധിഷ്ഠിത പ്രസംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, വചനം വ്യാഖ്യാനിച്ച് അവർ നടത്തുന്ന കുറേയധികം ശുശ്രൂഷകളെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വലിയ ശുശ്രൂഷകൾ. ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ, നമ്മുടെ ഒക്കെ പഴയ കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാം, വിശുദ്ധ ഗ്രന്ഥം വീട്ടിൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ബ്രദർ സജിത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് പറയുമ്പം, അച്ഛനും അമ്മയ്ക്കും വിവാഹത്തിൻ്റെ 10-ാം വാർഷികത്തിൽ അച്ഛൻ സമ്മാനം കൊടുത്തു ഒരു സമ്പൂർണ്ണ ബൈബിൾ. അതോടാണ് വീട്ടിലൊരു ബൈബിൾ എത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇവർ വചനപ്രഘോഷണങ്ങൾ നടത്തുമ്പം, ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ ആകൃഷ്ടരായി എന്നുള്ളത് സത്യമായ കാര്യമാണ്. 2, വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള പഠനം. സ്നാനത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ പഠനമല്ല. വിശ്വാസ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, ജലത്താലുള്ള സ്നാനത്തെ അവർ നിരാകരിക്കുന്നു. ഇത് ആകർഷിക്കപ്പെടുന്ന രീതിയിൽ ഇത് അവർ അവതരിപ്പിച്ചു, പ്രസൻറ്റ് ചെയ്തു. 3, രോഗശാന്തി ശുശ്രൂഷ. ഇവരുടെ ശുശ്രൂഷകളിൽ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറേയധികം ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഈ രോഗശാന്തി ശുശ്രൂഷ കുറേയധികം ആൾക്കാരെ അങ്ങോട്ട് ഒന്നിച്ചു കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം. സാമ്പത്തിക സഹായം. 4, സാമ്പത്തിക സഹായം. സാമ്പത്തികമായി അവശത അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെറിയ സഹായങ്ങൾ ചെയ്ത് അവരെ കൂടെ കൂട്ടുന്ന രീതി നമ്മുടെ ഒക്കെ നാടുകളിൽ നമ്മൾ കാണുന്നതാണ്. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. 5, വിദേശ സന്ദർശന സാധ്യത. വിദേശ സന്ദർശന സാധ്യത എന്ന് പറയുമ്പോൾ, നിങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ കുറേയധികം വിശ്വാസികൾ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഉള്ളവരെ അവർ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നം കൃത്യമായിട്ടും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വിദേശത്ത് പോകാനുള്ളൊരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കൽ, ഇത് പെട്ടെന്ന് യുവാക്കന്മാരെയൊക്കെ ഈ സഭയിലേക്ക് ആകർഷിക്കും. അടുത്തത്, പ്രവാസികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കാണാം, അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഇവിടെ നിന്നുള്ള കപ്പൂച്ചിൻ ഫാദേഴ്സൊക്കെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് അവിടെ എത്തണമെങ്കിൽ കൃത്യമായിട്ട് മാർപ്പാപ്പയുടെ പെർമിഷൻ, അവിടുത്തെ ബിഷപ്പിൻ്റെ പെർമിഷനൊക്കെ കൊണ്ടാണ് അവിടെ എത്തുന്നത്. പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലെ ആൾക്കാർ
അവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചിന്നിച്ചിതറി താമസിച്ച് അവിടെയൊക്കെ കൂട്ടായ്മകൾ ഉണ്ടാക്കി അവരെയൊക്കെ ഒന്നിച്ചു കൂട്ടുന്ന സമയത്ത് ഞാൻ പോയ സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ കൂടിയിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും കത്തോലിക്കരാണ്. ഈ കത്തോലിക്കരെ അവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു പെന്തക്കോസ്ത് ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇത് സത്യമായ കാര്യം, നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ കാര്യമാണ്. 7 സഭാ അധികാരികളോടുള്ള എതിർപ്പ്. സഭാ അധികാരത്തെ, സഭയുടെ ഹൈറാർക്കിയെ ഇവർ എതിർക്കുന്നു, നിശിതമായി വിമർശിക്കുന്നു. ഇത് കുറേയധികം ആൾക്കാരെ, സഭയോട് ലേശം ഭിന്നിച്ച് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്നു. അവസാനം 8ാമത്തെ കാര്യം, അജപാലന രംഗത്തെ സ്വാതന്ത്ര്യം. ഇവരെ നിയന്ത്രിക്കാൻ ആളുകളില്ല, ഇവർക്കൊരു സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് ഒരു വചനപ്രഘോഷകന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാപരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നീ കാരണങ്ങളാൽ ഇവർ വളരെയധികം സ്പ്രെഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുമ്പോൾ ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ട കുറേ സഭാ സമൂഹങ്ങളുണ്ട്. എമ്മാനുവൽ എംപറർ ട്രസ്റ്റ്, സ്പിരിറ്റ് ഇൻ ജീസസ്, കവനന്റ് കമ്മ്യൂണിറ്റി, സ്വർഗീയ വിരുന്ന് സഭ, ആത്മാഭിഷേക സഭ. വിശാലമായ അർത്ഥത്തിൽ ഇവരുടെ ഒക്കെ പഠനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഓരോന്നിനെക്കുറിച്ചും പറയാൻ സമയമില്ല നമുക്ക്. ഓരോ സഭയുടെയും പഠനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ വ്യക്തമാണ് പെന്തക്കോസ്ത് പഠനങ്ങൾ തന്നെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ പെന്തക്കോസ്ത് സഭാ സമൂഹത്തിനോട് ഇവരെയും കൂടി ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. എന്താണ് പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ശൈലിയും പഠനങ്ങളും? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മറുഭാഷാ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ലാംഗ്വേജ്, ഒരു ഭാഷയിലുള്ള ഇവരുടെ പ്രാർത്ഥന, വളരെ ദുരൂഹമായ ഈ ഭാഷയിലുള്ള പ്രാർത്ഥന ഇവരുടെ ഒരു പ്രത്യേകതയാണ്. 2, ആത്മാവിലുള്ള സ്നാനം. ഇവർ ആർഗ്യൂ ചെയ്യുന്നത്, വാദിക്കുന്നത് ആദിമ ക്രൈസ്തവരുടെ ശൈലിയിലേക്ക് ക്രൈസ്തവരെ തിരിച്ചു നടത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് പെന്തക്കോസ്ത് വിശ്വാസികളെന്നാണ് ഇവരുടെ വാദം. അപ്പസ്തോലിക സഭയാണ് തങ്ങളുടെ മാതൃക എന്നിവർ അവകാശപ്പെടുന്നു. സത്യത്തിൽ ഇത് ഒരു അർത്ഥശൂന്യമായ കാര്യം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പസ്തോലിക സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2:42 നിങ്ങൾ ബൈബിൾ തുറന്നെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നമുക്കറിയാം, സ്ലീഹന്മാരോടും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരോടുമുള്ള കൂട്ടായ്മ. 2, അവരുടെ പ്രബോധനത്തോടുള്ള വിശ്വസ്തത. 3, അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അപ്പം മുറിക്കൽ ശുശ്രൂഷ അഥവാ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം. സ്ലീഹന്മാർക്ക് വിശുദ്ധ കുർബാന, ഇത് നമുക്കറിയാം, സ്ലീഹന്മാരെ സാക്ഷി നിർത്തിയിട്ടാണ് വിശുദ്ധ കുർബാന ഈശോ മിശിഹ സ്ഥാപിച്ചത്. സുവിശേഷ പ്രഘോഷണം പോലെ തന്നെ അവരുടെ ജീവവായുവായിരുന്നു വിശുദ്ധ കുർബാന. ആദിമ സഭാസമൂഹത്തിൽ ഈ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടന്നത് വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ രൂപമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ചേർന്നൊരു കൂട്ടായ്മയായിട്ടായിരുന്നു ആദിമ ക്രൈസ്തവർ ജീവിച്ചത്. പെന്തക്കോസ്ത് സമൂഹം ഇത് അംഗീകരിക്കുന്നില്ല, വിശുദ്ധ കുർബാന അംഗീകരിക്കുന്നില്ല. പെന്തക്കോസ്ത് സമൂഹത്തിന് ഈ ജീവിതശൈലി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പൊതുവായ പ്രത്യേകത നമ്മൾ കാണുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം. എന്താണ് പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ പൊതുവായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക സഭയുടെ ഹൈറാർക്കിയോടുള്ള അല്ലെങ്കിൽ അധികാരത്തോടുള്ള എതിർപ്പ്. എല്ലാ പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങൾക്കും കാണാം കത്തോലിക്ക സഭയുടെ ഹൈറാർക്കിയോടുള്ള എതിർപ്പ്. മുന്നോട്ട് യാത്ര ചെയ്യുമ്പം നമുക്കിനി കാണാം എന്താണ് പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ പോരായ്മകൾ, എന്താണ് അവരുയർത്തുന്ന വെല്ലുവിളികൾ. ഇത് വിശ്വാസിയായ ഞാൻ മനസ്സിലാക്കി പോവണം. നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കത്തോലിക്ക സഭ ക്രിസ്തു സ്ഥാപിച്ചതാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, പത്രോസിനോട് യേശുക്രിസ്തു പറയുന്നുണ്ട്, പത്രോസ് നീ പാറയാവുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. അതിൻ്റെ താക്കോല് കൊടുക്കുന്ന ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ അദ്ദേഹം വരച്ചു വെച്ച ഒരു ചിത്രമാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പെന്തക്കോസ്ത് സഭയ്ക്ക് ശ്ലൈഹിക പാരമ്പര്യമല്ല, ക്രിസ്തു സ്ഥാപിതമല്ല. പെന്തക്കോസ്ത് സഭയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ കണ്ടാൽ 500 വർഷത്തിന് പിന്നോട്ടൊരു ചരിത്രം ഒരു പെന്തക്കോസ്ത് സഭയ്ക്കുമില്ല. 500 വർഷത്തിന് പിന്നോട്ട് ചരിത്രമില്ല. 16-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമേ പെന്തക്കോസ്ത് സഭയുള്ളൂ.
ഇത് സത്യമായ കാര്യമാണ്. പെന്തക്കോസ്ത് സഭയിൽ ഓരോ നേതാവിൻ്റെയും വീക്ഷണത്തിനനുസരിച്ചാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നതും സഭയുടെ പഠനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതും. നമുക്ക് എന്താണ് പെന്തക്കോസ്ത് സഭയുടെ സമൂഹത്തിൻ്റെ പോരായ്മകൾ എന്ന് കാണാം. ഒന്ന്, കൂദാശകളുടെ നിരസനം. കൂദാശകളുടെ നിരസനം വ്യക്തമാണ്, നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. വിശുദ്ധ കുർബാന, സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം, യേശുക്രിസ്തു കാൽവരിയിൽ നടത്തിയ ബലിയുടെ പുനരർപ്പണം ഈ അൾത്താരയിൽ നടക്കുമ്പോൾ അത് വിശ്വാസി പങ്കുചേരുമ്പം സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എന്നൊക്കെ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം ഇവിടെ പെന്തക്കോസ്ത് സഭ നിരസിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നില്ല. രണ്ട്, കത്തോലിക്കനെ സംബന്ധിച്ച് അവൻ്റെ പ്രാണവായു വിശുദ്ധ കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ. പെന്തക്കോസ്ത് സഭ അനുരഞ്ജന കൂദാശയെ നിരസിക്കുന്നു. ഇനി അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? മനുഷ്യന് അസ്വസ്ഥതകളും വിഷമങ്ങളും വിഷാദങ്ങളും, ഇപ്പം വിഷാദ രോഗികളുടെ എണ്ണം കൂടാണ്. വിഷാദ രോഗികളും ഒക്കെ ഉള്ള സമയത്ത് ഇവർക്കൊരു ഹീലിംഗ് കൊടുക്കുക, താൽക്കാലികമായി അവരുടെ വിഷമത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം നടത്താനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് അവരുടെ കൈയടിച്ചുള്ള ഗാന ശുശ്രൂഷ. നിങ്ങൾ ഈ പെന്തക്കോസ്തുകാരുടെ ഏത് ഗാനങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഹൈ പിച്ചിലുള്ള ഗാനങ്ങളാണ്. സിസ്റ്റർ പേഴ്സീസ് ജോൺ പാടിയ അന്ത്യകാല അഭിഷേകം, ഏതൊരാളും ഇങ്ങനെ നിന്ന് തുള്ളിപ്പോകുന്ന രീതിയിലുള്ള പാട്ട് മ്യൂസിക് കൊടുത്ത് കൈയടിച്ച് പാടുന്നു. ഈ പാടുന്ന സമയത്ത് അവൻ്റെ വൈകാരിക തലങ്ങളെ ഉണർത്തി അവൻ്റെ വിഷമങ്ങളിൽ നിന്നൊരു താൽക്കാലിക മോചനം, ഒരു ഒളിച്ചോട്ടത്തിനുള്ളൊരവസരം ഇത് കൃത്യമായിട്ടും ഇതിലൂടെ കൊടുക്കുന്നു. രോഗശാന്തി ശുശ്രൂഷ, ഇതൊക്കെ കൃത്യമായിട്ടും നമ്മൾ പെന്തക്കോസ്ത് സഭയിൽ കാണുന്നു. കത്തോലിക്ക സഭയുടെ കൂദാശകളെ നിരസിക്കുന്നു. അതുകൊണ്ട് പെന്തക്കോസ്ത് സഭയുമായി കോംപ്രമൈസ് കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസിക്കും സാധ്യമല്ലെന്നുള്ളത് ഉറപ്പുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, പാരമ്പര്യ നിഷേധം. പാരമ്പര്യ നിഷേധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, കത്തോലിക്ക സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്, അത് ക്രിസ്തുവിനൊപ്പം രൂപപ്പെട്ടതാണ് കത്തോലിക്ക സഭ. ക്രിസ്തുവാണ് സഭയുടെ സ്ഥാപകൻ, സ്ലീഹന്മാരുടെ പിൻഗാമികളായി മെത്രാന്മാർ വന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നത്, ഇത് പാരമ്പര്യം, സഭയുടെ പാരമ്പര്യം. ഈ പാരമ്പര്യത്തെ പെന്തക്കോസ്ത് സഭ നിരാകരിക്കുന്നു. യഥാർത്ഥ അപ്പസ്തോലിക സഭ പെന്തക്കോസ്ത് സഭയാണെന്ന് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇത് അടിസ്ഥാനവിരുദ്ധമായ കാര്യമാണെന്ന് നേരത്തെ തന്നെ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു പാരമ്പര്യമില്ല, ഒരു 500 വർഷത്തെ ചരിത്രം മാത്രമേ അവർക്കുള്ളൂ എന്നത് നമ്മൾ പഠിച്ചതാണ്. കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ട് പെന്തക്കോസ്ത് സഭയുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. 3, അബദ്ധ പ്രബോധനങ്ങൾ. ഇവരുടെ പ്രബോധനങ്ങൾ തികച്ചും അബദ്ധമാണ്. അബദ്ധം എന്ന് പറയാനുള്ള കാരണം കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, പുണ്യവാന്മാരുടെ ഐക്യം, ബൈബിളിൻ്റെ കാനൻ. കത്തോലിക്ക സഭയുടെ നമ്മുടെ ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ടെങ്കിൽ 66 പുസ്തകങ്ങളെ പെന്തക്കോസ്ത് സഭ അംഗീകരിക്കുന്നുള്ളൂ, 66 പുസ്തകങ്ങൾ മാത്രം. അതുപോലെ തന്നെ മറിയത്തെ, പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുന്നില്ല. അമ്മയെക്കുറിച്ച് വളരെ വികലമായ ചിന്താഗതികൾ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരം സഭയുടെ ഇത്തരം പ്രബോധനങ്ങൾക്കെതിരെ അബദ്ധ സിദ്ധാന്തങ്ങൾ ചമച്ച് വിശ്വാസികളെ അവർ തെറ്റായി പഠിപ്പിക്കുന്നത് കൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് പെന്തക്കോസ്ത് സഭയുമായിട്ട് യോജിക്കാനാവില്ല. 4, മതമൗലികവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മതമൗലികവാദത്തെ ഒരിക്കലും കത്തോലിക്ക സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവരുടെ ചില നിലപാടുകൾ വളരെ എക്സ്ട്രീം നിലപാടുകളാണ്. ഒരു സാധാരണ മനുഷ്യന് സിനിമ കാണേണ്ടി വരും, ചാനലിലെ ചില പ്രോഗ്രാമുകൾ കാണേണ്ടി വരും, നിഷേധിക്കുന്നു. സ്വർണം അണിയാൻ പറ്റില്ല, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇവർ കൊണ്ടുവരുന്നതായിട്ട് കാണാം. ഇനി എന്ത് കൊള്ളരുതായ്മ കാണിച്ച ആളാണെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവർ കള്ളു കുടിക്കുന്ന ആൾ കള്ളുകുടി നിർത്തും, സിഗരറ്റ് വലിക്കുന്ന ആൾ സിഗരറ്റ് വലി നിർത്തും. ഈ ഒരു മൗലികവാദഗതികൾ കൊണ്ട് ചില തെറ്റായ ശീലങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റാമെങ്കിലും ആത്യന്തികമായി അവനെ സ്വർഗോന്മുഖമായി യാത്ര ചെയ്യാനുള്ള അവൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുക തന്നെയാണ് ഇതിലൂടെ ഈ പെന്തക്കോസ്ത് സമൂഹം ചെയ്യുന്നത്. 5, തെറ്റായ യുഗാന്ത്യോന്മുഖത. എസ്കറ്റോളജിക്കൽ ടീച്ചിങ്സിൻ്റെ കാര്യത്തിലാണ് പെന്തക്കോസ്ത് സഭ മനുഷ്യനെ പേടിപ്പിച്ച് അവരുടെ കൂടെ കൂട്ടുന്നത്. ഒറ്റ ഉദാഹരണം മാത്രം കാണാം. എമ്മാനുവൽ എംപറർ ട്രസ്റ്റ് 2014 ലോകാവസാനം എന്നൊക്കെ പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തു. 2014 അടുത്ത സമയത്ത് അവർ മാറ്റി 2025 മാറ്റിവെച്ചു. രക്ഷകൻ പിറന്നു തഞ്ചാവൂരിലുണ്ടെന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചു.
അവരുണ്ടാക്കിയ കൂടാരത്തിലേക്ക് ആൾക്കാരെ കൂട്ടി. ആ കൂടാരത്തിലേക്ക് എത്തുന്ന 44,000 ആൾക്കാർ മാത്രം രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ആൾക്കാരുടെ സ്വത്തുവകകളൊക്കെ ട്രസ്റ്റിലേക്ക് എഴുതി കൊടുത്ത് ആൾക്കാരെ കൂടെ കൂട്ടി കബളിപ്പിക്കുന്ന രീതി പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളുടെ പൊതുവായ പ്രവണത തന്നെയാണ്. യുഗാന്ത്യോന്മുഖമായ ദർശനം പലതും അബദ്ധം തന്നെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ചിന്തിക്കാം. പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളെക്കുറിച്ച് ഇതിന് മുൻപ് ചിന്തിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒറ്റ കാര്യം, എൻ്റെ ബോധ്യത്തിലേക്ക് വരേണ്ടത്, ഞാൻ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ ക്രിസ്തു സ്ഥാപിച്ചതാണ്. ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ഭാഗമാണ് ഞാൻ എന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. രണ്ടാമത്തെ കാര്യം, എങ്കിൽ ആ ക്രിസ്തു സ്ഥാപിച്ച സഭയോട് ചേർന്ന് നിൽക്കാം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, വഴിതെറ്റിപ്പോയ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വഴിതെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യണം. 2, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇത് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് സ്ഥാപിച്ച അങ്ങയുടെ തുടർച്ചയായ കത്തോലിക്ക സഭയിൽ എന്നെ അംഗമാക്കിയതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ പ്രഘോഷിക്കാൻ, മറ്റ് സഭാ സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ തരണം ചെയ്യാൻ, സത്യവിശ്വാസത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റിക്കൊണ്ടു പോകുമ്പോൾ സത്യവിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കാൻ എന്നെക്കൊണ്ട് ആവുന്നതെല്ലാം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ ആരംഭം, കത്തോലിക്ക സഭയുടെ ആരംഭം, രണ്ടും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പാക്കി എഴുതാൻ പറ്റുമോ? എല്ലാ കൂട്ടുകാരും എഴുതണം, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. പുസ്തകത്തിൽ തന്നിരിക്കുന്ന 5 ചോദ്യങ്ങളും ചർച്ചയ്ക്കായി തന്നിരിക്കുന്ന 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ എഴുതണം, അയച്ചു കൊടുക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവസാനം, മനഃപ്പാഠമാക്കാൻ ഒരു വചനം. ഈ ഒരാഴ്ചക്കാലം ധ്യാനിക്കാനുള്ള വചനമാണിത്. ഈ പാഠത്തിൻ്റെ വെളിച്ചത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാവട്ടെ. ധ്യാനിക്കാം, മനഃപ്പാഠമാക്കാം. നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.